ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ലൈക്ക് ബട്ടണിൽ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 4 കപ്പ് മൈദ ആണ് എടുക്കുന്നത്. ഇത് 250 ml ഒരു കപ്പളവിലാണ് അളന്നിട്ട്. 4 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 500 ഗ്രാം മൈദ ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ വെട്ട് കേക്കിൻ്റെ പുറം ഭാഗം നല്ല മൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തേക്കും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു 4 കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വരെ ആവാം. ഇനി ഞാൻ 2 മുട്ടയാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 മുട്ടയാണ്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. യെല്ലോ കളർ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മൈദയുടെ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാൽ കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ 4 കപ്പ് മൈദയിലേക്ക് 2 മുട്ടയും ഒരു 1/2 കപ്പ് പാലുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ പാൽ അധികത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നോക്കിയിട്ട് മാത്രം ഓരോ ടേബിൾ സ്പൂൺ വീതം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് മൈദയിലാണ് ചെയ്യേണ്ടതെങ്കിൽ എല്ലാ അളവും ഇതിൻ്റെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ 1/4 കപ്പ് പാൽ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാല് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ കുഴച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളിത് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് ബൗളിൽ നിന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെട്ട് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 2 മണിക്കൂറെങ്കിലും എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കേക്ക് നന്നായിട്ട് കിട്ടൂ. അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ആ ഒരു മാവ് കുഴച്ച് വെച്ചിട്ട് 3 മണിക്കൂറായി. ഇതിനി ഒന്നുകൂടി ഒന്ന് കൈകൊണ്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് എണ്ണയിലിടുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് വരും. അത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകരുത്, ഒന്ന് വെട്ടിട്ട് കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന കേക്ക് ചിലപ്പോൾ ഒറ്റ വെട്ട് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പൂവിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഒന്ന് 4ആയിട്ട് കീറിയിട്ട് വീണ്ടും ഒന്നുകൂടെ ക്രോസിൽ വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കോ അല്ലെങ്കിൽ മീഡിയത്തിനെക്കാട്ടിലും കുറച്ചിട്ട് വെച്ചാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം എല്ലാം നന്നായിട്ട് കളറ് കിട്ടും, ഉള്ളിൽ വേവാനും പാടായിരിക്കും. അതുകൊണ്ട് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പൂവിൻ്റെ ഷേപ്പിലുള്ളത് ആദ്യം ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ കീറി കൊടുത്തിട്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ചായക്കട സ്പെഷ്യൽ വെട്ട് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.